ദീപ്തിയുടെ സ്വന്തം ചേട്ടനായ കാർത്തിക് അന്ന് രാത്രി അവൾ കിടന്നുറങ്ങുന്ന സമയത്ത് അവളുടെ കൂടെ വന്ന് കിടക്കുന്നുണ്ട്. അതും അവന്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റിട്ട് ദേഷ്യത്തിലെ ദീപ്തി കാർത്തിക്കിന് ഒരുപാട് ചീത്ത പറഞ്ഞ അവിടെ നിന്ന് പറഞ്ഞയക്കാണ്. ആക്ച്വലി ഇവരിപ്പോ ഇവരുടെ മുത്തശ്ശന്റെ സ്വത്തിന് വേണ്ടിയിട്ടാണ് ഒരു കുഗ്രാമത്തിൽ വന്ന് താമസിക്കുന്നത്. ആ ഒരു വീട്ടിൽ അമാനുഷികമായ എന്തോ ഒരു കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദീപ്തിനെ സ്നേഹിക്കുന്ന സന്ദീപ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ അന്ന് രാത്രി ദീപ്തിയുടെ ബാക്കിലായിട്ട് ഒരു നിഴല് കണ്ടു എന്ന് അവളോട് പറയുന്നത്. എന്നാൽ അവനെ തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതൊന്നും അവള് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. കാർത്തികിന്റെ ഭാര്യയായിട്ടുള്ള കീർത്തന അന്ന് രാത്രി ബാത്റൂമിൽ പോകുന്ന സമയത്തും അവളും എന്തോ ഒക്കെ നിഴല് ആ വീട്ടിൽ കാണുന്നുണ്ട്. കാർത്തിക് കടം കൊടുത്ത ശിവ എന്ന് പറഞ്ഞ ഫ്രണ്ട് ആ കടം കൊടുത്ത പൈസ വാങ്ങാനായിട്ട് ആ ഒരു ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ദീപ്തിയുടെ കൂടെ കിടക്കുന്ന കാർത്തികിനെ വഴക്ക് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പുറത്താക്കിയതും അവന്റെ ഭാര്യ ഇവൻ എന്താണ് ഈ ചെയ്യുന്നതെന്ന് വിചാരിച്ച് ആകെ ഷോക്കായി പോകുന്നുണ്ട്. പോലീസുകാരൻ ഇപ്പോ ശിവയുടെ ഫോട്ടോ കാട്ടി സന്ദീപിനോട് ഇയാളെ പറ്റി അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഗ്രാമത്തിൽ വന്ന ഉടനെ ഫോണ് നശിച്ചു പോകാണ്. അതുകൊണ്ട് ഭാര്യക്ക് അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അവള് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തത്. ഈ വീടിനെ കുറിച്ച് പറയാനായി സന്ദീപ് കാർത്തികിന്റെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ടെങ്കിലും തന്റെ അനിയത്തിയാണ് ആ പയ്യനെ വിളിച്ചു വരുത്തിയതെന്ന് കരുതി കാർത്തിക് അനിയത്തിയെ തല്ലുന്നുണ്ട്. എന്നാൽ അവൾക്ക് ഇതിനെ പറ്റി ഒരു അറിവും ഉണ്ടായിരുന്നില്ല. കാർത്തിക് അങ്ങനെ വഴിയിൽ വെച്ചിട്ട് ഒരു സ്വാമിയെ കാണുന്നുണ്ട്. ആ സ്വാമി പറയുന്നുണ്ട് നിന്റെ അമ്മയാണ് നിന്റെ അച്ഛനെ കൊന്നു കളഞ്ഞതെന്ന്. എന്തിനു വേണ്ടിയിട്ടാണ് കൊന്നതെന്നൊന്നും ഇപ്പൊ കാണിക്കുന്നില്ല. ദീപ്തി കിടന്നുറങ്ങുന്ന സമയത്ത് അവളുടെ മേലിലൂടെ എന്തോ നടന്നു പോകുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. പെട്ടെന്ന് ആ റൂമിൽ നിന്ന് കാർത്തിക് എഴുന്നേറ്റ് വരുന്നുണ്ട്. അവൻ പുറത്തേക്ക് പോയതും ദീപ്തിയും കീർത്തനയും കൂടി അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ അവന്റെ വായില് പച്ച മാംസം കടിച്ചിരിക്കുന്ന ഒരു വികൃത രൂപമാണ് അവര് കണ്ടത്. കണ്ടു പേടിച്ച് അവര് വീട്ടിലേക്ക് തന്നെ ഓടിയെത്തുമ്പോ കാർത്തിക് ആ ഒരു വീട്ടിലുണ്ടായിരുന്നു. ഒരു ചാത്തന്റെ നിഴൽ അവര് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീട്ടിൽ നിന്ന് പോകാമെന്ന് അവര് തീരുമാനിക്കുന്നുണ്ടെങ്കിലും സെന്തിൽ അവിടേക്ക് വന്ന് ഡോക്യുമെന്റ്സ് എല്ലാം പ്രിപ്പയർ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീട് നിങ്ങളുടെ പേരിലേക്ക് എഴുതാം എന്ന് പറയുന്നുണ്ട്. അവരെന്നാ സമ്മതിക്കുന്നില്ല അവിടെ നിൽക്കാനായിട്ട്. മുത്തശ്ശനോട് പറഞ്ഞിട്ട് പോകാനായി സെന്തിൽ ആവശ്യപ്പെട്ടതുകൊണ്ട് കാർത്തിക്കും മുത്തശ്ശനെ കാണാനായിട്ട് പോകാണ്. ഈ സമയത്ത് കാർത്തികിനെ അന്വേഷിച്ച് വന്ന ശിവയും സന്ദീപിന്റെ സഹായത്തോടെ ആ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. മുത്തശ്ശന് കാർത്തികിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവനെ വശത്താക്കുന്നുണ്ട്. ഇപ്പൊ മുത്തശ്ശൻ എന്ത് വിചാരിച്ചാലും അത് കാർത്തിക് ചെയ്യാനായിട്ട് തുടങ്ങാണ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഈ മൂവിയുടെ ഫുൾ എക്സ്പ്ലനേഷൻ കാണാൻ താഴെ കാണുന്ന പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.